അധ്യാപികമാർ ഉൾപ്പെട്ട വടകരയിലെ MDMA ഇടപാടിൽ അറസ്റ്റിലായ ഇരിട്ടി കൂട്ടുപുഴയിലെ ജിജിൻ കുര്യാക്കോസ് ഉൾപ്പെടെ 2 പേരെ കസ്റ്റഡിയിൽ ലഭിക്കാൻ അന്വേഷണ സംഘം അടുത്ത ദിവസം അപേക്ഷ സമർപ്പിക്കും. വടകര NDPS കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. റിമാൻഡിൽ കഴിയുന്ന കാവ്യ, കീർത്തന എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയായിരുന്ന ഇരിട്ടി കൂട്ടുപുഴയിലെ ജിജിൻ കുര്യാക്കോസിനെ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. വടകര SP ഓഫീസിലാണ് ആദ്യം എത്തിച്ചത്. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നുള്ള കൂടുതൽ തെളിവുകൾ വീണ്ടെടുക്കുന്നതിനായി വടകര സൈബർ സെല്ലിലേക്ക് മാറ്റി. വടകര ലഹരിക്കേസിൽ വയനാട് സ്വദേശിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. കേസിലെ മുഖ്യകണ്ണി വയനാട് സ്വദേശിയാണെന്നാണ് സൂചന. ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇന്നലെ അറസ്റ്റിലായ ജിജിൻ കുര്യാക്കോസിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. 1 കോടിയോളം രൂപയുടെ ഇടപാടാണ് ഇയാളുടെ അക്കൗണ്ടിലൂടെ നടന്നിരിക്കുന്നത്. പ്രതികളുടെ ബാങ്ക് വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേസിൽ മറ്റൊരു യുവതി കൂടി നിരീക്ഷണത്തിലുണ്ടെന്നും വിവരമുണ്ട്. അറസ്റ്റിലായ അധ്യാപികമാരുടെ സുഹൃത്തായ യുവതിയാണ് നിരീക്ഷണത്തിലുള്ളത്. ബാംഗ്ലൂരുവിലാണ് നിലവിൽ ഇവർ ഉള്ളത്. ജിജിൻ കുര്യാക്കോസിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനൊപ്പം അധ്യാപികമാരെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ കേസിലെ മുഖ്യകണ്ണികളിലേക്ക് എത്താമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കേസിൽ ഇതുവരെ 5 പേരാണ് അറസ്റ്റിലായത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.